ഈ ക്ലാസ്സിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അഡിഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ് ടു എത്തിലീൻ. അഡിഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ് ടു എത്തിലീൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അഡിഷൻ ഓഫ് ബ്രോമിൻ ടു എത്തിലീൻ ആണ്. ആ റിയാക്ഷൻ ഞാനൊന്ന് എഴുതി കാണിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച റിയാക്ഷൻ എത്തിലീൻ CH2 ഡബിൾ ബോണ്ട് CH2. ഇതിനകത്തോട്ട് ബ്രോമിൻ ആഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ Br2 ആഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ വി ഗെറ്റ് ദ പ്രൊഡക്റ്റ് CH2 സിംഗിൾ ബോണ്ട് CH2. അതിനുശേഷം ഓരോ കാർബൺ ആറ്റത്തിലും ഓരോ ബ്രോമിൻ ആറ്റങ്ങൾ വീണ്ടും കാണും അല്ലേ. ഇങ്ങനെയാണ് ബ്രോമിൻ ആഡ് ചെയ്യപ്പെടുന്നത്. ഈ അഡിഷൻ ഫോളോ ചെയ്തത് ന്യൂക്ലിയോഫിലിക് അഡിഷൻ ഇലക്ട്രോഫിലിക് അഡിഷൻ മെക്കാനിസമാണ് അല്ലേ. ഇലക്ട്രോഫിലിക് അഡിഷൻ മെക്കാനിസം. ഇലക്ട്രോഫിലിക് അഡിഷൻ മെക്കാനിസം. ഇതാണ് ഈ റിയാക്ഷൻ ഫോളോ ചെയ്തത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൻ്റെ വിശദ വിവരങ്ങൾ നമ്മൾ പരിശോധിച്ചതാണ് അല്ലേ. നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ഹാലൈഡ് എത്തിലീനിലേക്ക് ആഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ CH2 ഡബിൾ ബോണ്ട് CH2 എത്തിലീൻ മോളിക്യൂൾ. ഇതിനകത്തോട്ട് ഹൈഡ്രജൻ ഹാലൈഡ് ആഡ് ചെയ്യപ്പെടുന്നു. ഹൈഡ്രജൻ ഹാലൈഡിൻ്റെ എക്സാമ്പിളായിട്ട് ഞാൻ ഹൈഡ്രജൻ ബ്രോമൈഡ് എടുക്കുകയാണ്. HBr ഹൈഡ്രജൻ ബ്രോമൈഡ്. ഇത് ആഡ് ചെയ്യപ്പെടുന്നു. ഇത് ആഡ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ദാറ്റ് ഈസ് CH2 സിംഗിൾ ബോണ്ട് CH2. ഇങ്ങനെ ഉള്ള ഓരോ കാർബൺ ആറ്റങ്ങളിലേക്കും കാർബൺ ആറ്റങ്ങൾ ഒരെണ്ണത്തിൽ ഹൈഡ്രജൻ ആറ്റവും മറ്റൊന്നിൽ ബ്രോമിൻ ആറ്റവും ആഡ് ചെയ്യപ്പെടും. ഓക്കെ, ഇപ്പോൾ HBr മോളിക്യൂൾ ഈ ഡബിൾ ബോണ്ടിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു. ഇതും ഫോളോ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ പഠിച്ച ഈ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കണ്ട ഇലക്ട്രോഫിലിക് അഡിഷൻ മെക്കാനിസമാണ്. ഓക്കെ, അപ്പം ബ്രോമിൻ എത്തിലീനിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഇലക്ട്രോഫിലിക് അഡിഷൻ മെക്കാനിസം ഫോളോ ചെയ്യുന്നത് പോലെ അതിന് HBr എത്തിലീനിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഇലക്ട്രോഫിലിക് അഡിഷൻ മെക്കാനിസം ഫോളോ ചെയ്യുന്നത്. ഇലക്ട്രോഫിലിക് അഡിഷൻ മെക്കാനിസത്തിൻ്റെ 2 സ്റ്റെപ്പുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇലക്ട്രോഫൈൽ അറ്റാക്സ് ദ ഡബിൾ ബോണ്ട് ടു ഫോം എ കാർബോകാറ്റയോൺ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് the nucleophile attacks the carbocation to give the final product. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഓരോ സ്റ്റെപ്പുകളും ഒന്ന് പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എത്തിലീൻ. എത്തിലീനിൽ നമ്മുടെ HX അല്ലെങ്കിൽ HBr എന്ന് പറയുന്ന മോളിക്യൂൾ റിയാക്ട് ചെയ്യുന്നു. നമുക്കൊന്ന് എഴുതി നോക്കാം. C ഡബിൾ ബോണ്ട് C HH അല്ലേ, HH അതുപോലെ H. ഓക്കെ, ഇതാണ് എത്തിലീൻ. ഇവിടെ HBr എന്ന് പറയുന്ന മോളിക്യൂൾ റിയാക്ട് ചെയ്യുന്നു. HBr. ഓക്കെ, ഈ HBrൻ്റെ പ്രത്യേകത എന്താണ്? HBr എന്ന് പറയുന്നത് ഓൾറെഡി പോളാർ ആയിട്ടുള്ള ഒരു മോളിക്യൂളാണ് അല്ലേ. HBr ഓൾറെഡി പോളാറാണ്. നിങ്ങൾക്കറിയാം Br ബ്രോമിനൊരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും ഹൈഡ്രജൻ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജുമാണ് ഇതിനുള്ളത്. അതുകൊണ്ട് ഇവിടെ ഏതായിരിക്കും ഇലക്ട്രോഫൈലായിട്ട് ആക്ട് ചെയ്യുന്നത്? ഹൈഡ്രജൻ അല്ലേ. H+ ആയിരിക്കും ഇലക്ട്രോഫൈലായിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നത്. Br മൈനസ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ന്യൂക്ലിയോഫൈലായിട്ടും ആക്ട് ചെയ്യും. അപ്പോൾ അവിടെ ആദ്യം സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H+ എന്ന് പറയുന്ന ഇലക്ട്രോഫൈൽ ഈ കാർബൺ ഡബിൾ ബോണ്ടിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നു. എങ്ങനെയാണ് ആഡ് ചെയ്യപ്പെടുന്നത്? അതിൻ്റെ മെക്കാനിസം നമ്മൾ ബ്രോമിൻ്റെ കേസിൽ പഠിച്ച പോലെ തന്നെയാണ്. ഇവിടെയുള്ള പൈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഈ കാർബൺ ആറ്റം എന്ത് ചെയ്യും? ഈ ഹൈഡ്രജൻ ആറ്റത്തിലേക്ക് ഒരു ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യും. ആ സമയത്ത് ഹൈഡ്രജനും ബ്രോമിനും തമ്മിലുണ്ടായിരുന്ന ബോണ്ട് ബ്രേക്ക് ചെയ്ത് ബ്രോമിൻ്റെ ഭാഗത്തേക്ക് ഇലക്ട്രോൺ പെയർ ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് അല്ലേ. അങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? നമുക്കൊന്ന് വരച്ച് നോക്കാം. കാർബൺ H അല്ലേ. ദെൻ നമുക്കിനി ഡബിൾ ബോണ്ട് ഇല്ല, പകരം സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. അപ്പം സിംഗിൾ ബോണ്ട് കാർബൺ, ദെൻ H. ഇവിടെ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ എവിടെയാണ് മാറ്റം ഉണ്ടാകുന്നത്? നമ്മളുടെ കാർബൺ ആറ്റം അല്ലേ. ഈ കാർബൺ ആറ്റത്തിന് ഒരു പോസിറ്റീവ് ചാർജ് കിട്ടുന്നു. കാരണം ഇവിടെ ഉണ്ടായിരുന്ന ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തു. അപ്പം ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഇലക്ട്രോൺ പെയർ 2 കാർബൺ ആറ്റങ്ങളും ഷെയർ ചെയ്യുമായിരുന്നു. ആ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ അവിടെ നിന്നും ഈ കാർബൺ ആറ്റത്തിൽ നിന്നും പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഷെയർ ഓഫ് ഇലക്ട്രോൺ ആണ് അതിന് നഷ്ടപ്പെട്ടു പോയത്. അതുകൊണ്ട് അതിനൊരു പോസിറ്റീവ് ചാർജ് കിട്ടും. ഇനി രണ്ടാമത്തെ കാർബൺ ആറ്റം എന്ത് ചെയ്യും?
ആ പെയർ ഓഫ് ഇലക്ട്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഹൈഡ്രജനുമായിട്ടൊരു ബോണ്ട് ഫോം ചെയ്യും അല്ലേ. അപ്പോൾ ഒരു പുതിയ ബോണ്ട് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നു, ഹൈഡ്രജനുമായിട്ട് ഒരു ബോണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ കാർബൺ ആറ്റത്തിന് രണ്ടാമത്തെ കാർബൺ ആറ്റത്തിന് ഏതെങ്കിലും ചാർജ് ഉണ്ടോ? ഇല്ല, അതിന് ചാർജ് ഏതെങ്കിലും ഒരു ചാർജ് ലഭിക്കുന്നില്ല. അതായത് അതിന് ഇലക്ട്രോണുകളുടെ ലാഭമോ നഷ്ടമോ ഒന്നുമില്ല അല്ലേ. അതുപോലെ ഹൈഡ്രജനും ഇലക്ട്രോണിൻ്റെ ലാഭമോ നഷ്ടമോ ഒന്നുമില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബ്രോമിൻ മോളിക്യൂളിൻ്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ. പക്ഷേ ഇവിടെ ലീവ് ചെയ്യുന്ന ഒരാളുണ്ട് ഈ റിയാക്ഷനകത്ത്. Br- ആയിട്ടാണ് അത് ലീവ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ഇവിടെയുള്ള ഇലക്ട്രോൺ പെയർ, ആ ഇലക്ട്രോൺ പെയർ ഈ ബ്രോമിനാറ്റത്തിലേക്ക് വരികയും ആ ബ്രോമിനാറ്റം ഒരു നെഗറ്റീവ് ചാർജുള്ള ബ്രോമൈഡ് അയോണായിട്ടാണ് ലീവ് ചെയ്യപ്പെടുന്നത് അല്ലേ. Br- ആയിട്ടാണ് ലീവ് ചെയ്യപ്പെടുന്നത്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നിന്നും റിലീവ് ചെയ്ത Br- ഉണ്ടല്ലോ, ഇവിടെ നിന്ന് റിലീസ് ചെയ്ത് പോയ Br- അതൊരു ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യും. അതായത് ഇവിടുത്തെ കാർബോ കാറ്റയോണിനെ, ഇപ്പം ഫോം ചെയ്ത കാർബോ കാറ്റയോണിനെ ഈ Br- അറ്റാക്ക് ചെയ്യും. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. കാർബോ കാറ്റയോണിനെ ആദ്യം എഴുതുകയാണ്. Cc plus HH. ഓക്കെ, then we have hydrogen here, HH. okay, so this is our carbocation. ഇതിനെ ആര് അറ്റാക്ക് ചെയ്യുന്നു? Br- എന്ന് പറയുന്ന ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുന്നു. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. Br- എന്ന് പറയുന്ന ന്യൂക്ലിയോഫൈൽ അതെന്ത് ചെയ്യും? ഈ പോസിറ്റീവ് കാർബൺ ആറ്റത്തെ അറ്റാക്ക് ചെയ്യും അല്ലേ. അതായത് അവിടുത്തെ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ഈ പോസിറ്റീവ് കാർബൺ ആറ്റത്തിൻ്റെ സൈഡിലേക്ക് ഒഴുകും അല്ലേ. അപ്പം നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? HCH. അവിടെ മാറ്റങ്ങളൊന്നുമില്ല. ഇവിടെ ഒരു പുതിയ ബോണ്ട് ഫോം ചെയ്യും. ആരുമായിട്ട്? ബ്രോമിനുമായിട്ടൊരു പുതിയ ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെ ഈ കാർബൺ ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജ് നഷ്ടപ്പെടും, ഈ ബ്രോമിൻ്റെ നെഗറ്റീവ് ചാർജും നഷ്ടപ്പെടും അല്ലേ. അങ്ങനെ ഒരു പുതിയ ബോണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നു. പിന്നീട് സിംഗിൾ ബോണ്ട് കാർബൺ H അല്ലേ. ഇങ്ങനെ ഒരു പ്രൊഡക്റ്റാണ് ഫോം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റ് ഏതാണ്? നമ്മൾക്ക് കിട്ടിയ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് CH2 അല്ലേ, സിംഗിൾ ബോണ്ട് CH2. പിന്നെ ഇതിനകത്ത് Br, ഇവിടെ ഈ കാർബൺ ആറ്റത്തിൽ ബ്രോമിനും ഈ കാർബൺ ആറ്റത്തിൽ ഹൈഡ്രജനും ആഡ് ചെയ്യപ്പെടുകയാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ കേസിൽ നമ്മളിപ്പം ഈ ഒരു സബ്സ്ട്രേറ്റിൻ്റെ കേസിൽ ഇവിടുത്തെ എത്തിലീൻ എന്ന് പറയുന്നത് ഒരു സിമെട്രിക്കലായിട്ടുള്ള ആൽക്കീനാണ് അല്ലേ. എത്തിലീൻ ഒരു സിമെട്രിക്കൽ ആൽക്കീനാണ്. എന്തുകൊണ്ടാണ് എത്തിലീനെ നമ്മൾ സിമെട്രിക്കൽ ആൽക്കീൻ എന്ന് വിളിക്കാനുള്ള കാരണം? ഈ ഡബിൾ ബോണ്ടിൻ്റെ രണ്ട് വശവും അല്ലെങ്കിൽ രണ്ട് എൻഡും ഒരുപോലെയാണ്. അതുകൊണ്ടാണ് അതിനെ ഒരു സിമെട്രിക്കൽ ആൽക്കീൻ എന്ന് വിളിക്കുന്നത് അല്ലേ. സെയിം ഗ്രൂപ്പ്സ് ഓർ ആറ്റംസ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ ഡബിൾ ബോണ്ട്. അങ്ങനെയുള്ള ആൽക്കീനുകളെ നമുക്ക് സിമെട്രിക്കൽ ആൽക്കീൻ എന്ന് വിളിക്കാം. എത്തിലീൻ ഒരു സിമെട്രിക്കൽ ആൽക്കീനാണ് അല്ലേ. അപ്പോൾ ആ സിമെട്രിക്കൽ ആൽക്കീൻ ആയതുകൊണ്ട് ഈ സിമെട്രിക്കൽ ആൽക്കീൻ്റെ ഏത് കാർബൺ ആറ്റത്തിൽ വേണമെങ്കിലും ഇവിടുത്തെ ഇലക്ട്രോഫിലിക് അറ്റാക്ക് നടക്കാം അല്ലേ. ഏത് കാർബൺ ആറ്റത്തിൽ നടന്നാലും നമുക്ക് അവസാനം കിട്ടുന്ന പ്രൊഡക്റ്റ് ഒരുപോലെ ആയിരിക്കും. ഉദാഹരണത്തിന് നമ്മൾ ഈ കാർബണിലാണ് നമ്മളുടെ ഇലക്ട്രോഫിലിക് അറ്റാക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇനിയും അതിന് പകരം ഇവിടെയുള്ള ഈ കാർബൺ ആറ്റത്തിലാണ് ഇലക്ട്രോഫിലിക് അറ്റാക്ക് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? ഇതായിരിക്കും നമുക്ക് കിട്ടുന്നത്. CH2 സിംഗിൾ ബോണ്ട് CH2 അല്ലേ. എവിടെയായിരിക്കും ബ്രോമിൻ വരുന്നത്? ബ്രോമിൻ വരുന്നത് രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലും ഹൈഡ്രജൻ വരുന്നത് ഒന്നാമത്തെ കാർബൺ ആറ്റത്തിലുമായിരിക്കും അല്ലേ. ഇവിടെയായിരിക്കും ബ്രോമിൻ, ഇവിടെ ഹൈഡ്രജൻ വരും. ഇത് രണ്ട് കേസും എന്താണ്? ഈ രണ്ട് മോളിക്യൂളും സെയിം ആണ് അല്ലേ, രണ്ടും ഒരേ മോളിക്യൂളാണ്. അതുകൊണ്ട് ഈ ഒരു സിമെട്രിക്കൽ ആൽക്കീൻ്റെ കേസിൽ ഹൈഡ്രജൻ ബ്രോമൈഡ് ആഡ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് സെയിം എപ്പോഴും ഒരു സിംഗിൾ പ്രൊഡക്റ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ. ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഇൻ വിച്ച് കാർബൺ ദ ഇലക്ട്രോഫൈൽ ഈസ് അറ്റാക്കിംഗ്, വി വിൽ ഗെറ്റ് എ സിംഗിൾ പ്രൊഡക്റ്റ്. എന്നാൽ നമുക്ക് മറ്റൊരു റിയാക്ഷൻ ഒന്ന് പരിഗണിച്ച് നോക്കാം. ഫോർ എക്സാമ്പിൾ, വി ആർ കൺസിഡറിങ് എ റിയാക്ഷൻ ഓഫ് പ്രൊപ്പീൻ. എത്തിലീന് പകരം നമ്മൾ പ്രൊപ്പീൻ എന്ന് പറയുന്ന മോളിക്യൂൾ കൺസിഡർ ചെയ്യണം. എന്താണ് പ്രൊപ്പീൻ? CH3CH ഡബിൾ ബോണ്ട് CH2, 3 കാർബൺ ആറ്റങ്ങളുള്ള
ഒരു ആൽക്കീനാണ് ഇതല്ലേ, പ്രൊപ്പീൻ എന്ന് പറയുന്ന ആൽക്കീനാണ് പ്രൊപ്പീൻ. ഇതൊരു സിമെട്രിക്കൽ ആൽക്കീനാണോ? അല്ല. കാരണം ഈ ഡബിൾ ബോണ്ടിൻ്റെ ഇരുവശവും ഒരുപോലെ അല്ല. ഡബിൾ ബോണ്ടിൻ്റെ വലതുവശത്ത് CH2 ആണെങ്കിൽ ഡബിൾ ബോണ്ടിൻ്റെ ഇടതുവശത്ത് CH3 ആണ്. അതൊരു അൺസിമെട്രിക്കൽ ആൽക്കീനാണ് അല്ലേ, ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനാണ്. ഈ കേസിലാണ് ഹൈഡ്രജൻ ബ്രോമൈഡ് ആഡ് ചെയ്യപ്പെടുന്നതെന്നുണ്ടെങ്കിൽ, HBr ആഡ് ചെയ്യപ്പെടുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട് അല്ലേ. ഇവിടെ നമ്മുടെ ഇലക്ട്രോഫൈൽ അറ്റാക്ക് ചെയ്യുന്നത് ഏത് കാർബൺ ആറ്റത്തിലാണ് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഇവിടുത്തെ പ്രൊഡക്റ്റുകൾ ഫോം ചെയ്യപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ കാർബൺ ആറ്റങ്ങളെ ഒന്ന് നമ്പർ ചെയ്യട്ടെ. ഇതിനെ ഞാൻ 1 എന്നും ഇതിനെ 2 എന്നും ഇതിനെ 3 എന്നും വിളിക്കുകയാണ്. ഈ കാർബൺ ആറ്റങ്ങളിൽ ഇലക്ട്രോഫൈൽ ഏതാണ്? H+. ഇലക്ട്രോഫൈൽ അറ്റാക്ക് ചെയ്യുന്നത് ഫസ്റ്റ് കാർബൺ ആറ്റത്തെയാണ്. ഡബിൾ ബോണ്ടിൻ്റെ അപ്പുറവും ഇപ്പുറമുള്ള കാർബൺ ആറ്റങ്ങൾ അല്ലേ ഇലക്ട്രോഫൈൽ അറ്റാക്ക് ചെയ്യുന്നത്, ഒന്നുകിൽ ഫസ്റ്റ് കാർബൺ ആറ്റം അല്ലെങ്കിൽ സെക്കൻഡ് കാർബൺ ആറ്റം. ഇലക്ട്രോഫൈൽ അറ്റാക്ക് ചെയ്യുന്നത് ഫസ്റ്റ് കാർബൺ ആറ്റത്തെയാണെങ്കിൽ, അതായത് H+ അറ്റാക്ക് ചെയ്യുന്നത് ഫസ്റ്റ് കാർബൺ ആറ്റത്തെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? വി വിൽ ഗെറ്റ് ദിസ് പ്രൊഡക്റ്റ്. ഏതായിരിക്കും നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ്? CH3 CH സിംഗിൾ ബോണ്ട് CH2 H+ വരുന്നത്, H+ അറ്റാക്ക് ചെയ്യുന്നത് ഈ ഫസ്റ്റ് കാർബൺ ആറ്റത്തെയാണ്. അതുകൊണ്ട് ഇവിടെയായിരിക്കും ഹൈഡ്രജൻ വരുന്നത് അല്ലേ. ഒബ്വിയസ്ലി ബ്രോമിൻ വരുന്ന എവിടെയായിരിക്കും? ഇവിടെയായിരിക്കും ബ്രോമിൻ എത്തുന്നത് അല്ലേ. ഇനി നേരെ തിരിച്ചാണ്, ഇലക്ട്രോഫിലിക് അറ്റാക്ക് സംഭവിക്കുന്നത് സെക്കൻഡ് കാർബൺ ആറ്റത്തിലാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? മറ്റൊരു പ്രൊഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ദാറ്റ് ഈസ് CH3 സിംഗിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH2. അതിനകത്ത് ഇലക്ട്രോഫൈൽ വരുന്നത്, അതായത് H+ അറ്റാക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് ഹൈഡ്രജൻ ഇവിടെ ആയിരിക്കും വരുന്നത്. ഒബ്വിയസ്ലി ബ്രോമിൻ വരുന്നത് ഈ കാർബൺ ആറ്റത്തിലായിരിക്കും. ഈ രണ്ട് മോളിക്യൂളുകളും ഒരുപോലെയാണോ? അല്ല. ഇത് രണ്ടും രണ്ട് വ്യത്യസ്ത മോളിക്യൂളാണ് അല്ലേ. ആദ്യത്തെ മോളിക്യൂൾ എന്ന് പറയുന്നത് 2-ബ്രോമോപ്രൊപ്പൈൻ ആണ്. 2-ബ്രോമോപ്രൊപ്പൈൻ എന്ന മോളിക്യൂളാണ്. രണ്ടാമത്തെ മോളിക്യൂൾ 1-ബ്രോമോപ്രൊപ്പൈനുമാണ്. 1-ബ്രോമോപ്രൊപ്പൈൻ. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് വ്യത്യസ്ത പ്രൊഡക്റ്റുകളാണ് ഇവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ കേസിൽ എന്തുകൊണ്ടാണ് രണ്ട് വ്യത്യസ്ത പ്രൊഡക്റ്റുകൾ ഫോം ചെയ്യാനുള്ള കാരണം? ഇതൊരു അൺസിമെട്രിക്കൽ ആൽക്കീനാണ്. ഇതിനകത്ത് ഏതായിരിക്കും മേജർ പ്രൊഡക്റ്റ്, ഏതായിരിക്കും മൈനർ പ്രൊഡക്റ്റ്? മേജർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ 2-ബ്രോമോപ്രൊപ്പൈൻ ആയിരിക്കും ഇവിടുത്തെ മേജർ പ്രൊഡക്റ്റ്. സോ ദിസ് ഈസ് ദ മേജർ പ്രൊഡക്റ്റ്. വിച്ച് വൺ? ദിസ് വൺ. ഓക്കെ, ദിസ് വൺ. Okay, this one is the major product. This is major product, and this one is the minor product. Okay, this one major product and the second one is the minor product. എന്തുകൊണ്ടാണ് ആദ്യത്തേത് മേജർ പ്രൊഡക്റ്റ് ആകുന്നത്, രണ്ടാമത്തേത് മൈനർ പ്രൊഡക്റ്റ് ആകുന്നത്? അതിന് ഒരു റൂളുണ്ട്. ആ റൂളിൻ്റെ പേര് മാർക്കോണിക്കോഫ്സ് റൂൾ എന്നാണ്. ഓക്കെ, Markovnikov's rule. മാർക്കോണിക്കോഫ്സ് റൂൾ എന്ന് പറയുന്ന ഒരു റൂളാണ് ഇതിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഈ റൂള് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമ്മളൊരു ഹൈഡ്രജൻ ഹാലൈഡ് എത്തിലീനിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നു. എത്തിലീൻ എന്ന് പറയുന്നത് ഒരു സിമെട്രിക്കൽ ആൽക്കീനാണ്. ഈ സിമെട്രിക്കൽ ആൽക്കീനിലേക്ക് ഹൈഡ്രജൻ ഹാലൈഡ് ആഡ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് സിംഗിൾ ബോണ്ട് ആകുന്നു അല്ലേ. സിംഗിൾ ബോണ്ട്, ഇത് രണ്ടാമത്തെ റിയാക്ഷനാണ്. ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് സിംഗിൾ ബോണ്ട് ആകുന്നു. ഒരു കാർബൺ ആറ്റത്തിൽ ഹൈഡ്രജനും മറ്റേ കാർബൺ ആറ്റത്തിൽ ബ്രോമിനും ആഡ് ചെയ്യപ്പെടുന്നു അല്ലേ. അപ്പോൾ ഈ കേസിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് ഹൈഡ്രജൻ ബ്രോമൈഡ് ഒരു പോളാർ മോളിക്യൂളാണ്. അതുകൊണ്ട് ഇവിടുത്തെ ഹൈഡ്രജൻ ആയിരിക്കും ഇലക്ട്രോഫൈലായിട്ട്, അല്ലെങ്കിൽ H+ ആയിരിക്കും ഇലക്ട്രോഫൈലായിട്ട് ആക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതെങ്ങനെ അറ്റാക്ക് സംഭവിക്കുന്നത്? ഈ ബൈബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. ഈ കാർബണിലൂടെ ഇലക്ട്രോൺ പെയർ ഹൈഡ്രജൻ്റെ ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ആ സമയത്ത് ഹൈഡ്രജനും ബ്രോമിനും തമ്മിലുണ്ടായിരുന്ന ബോണ്ട് ബ്രേക്ക് ചെയ്ത് Br- ആയിട്ട് ബ്രോമിൻ ആറ്റം ലീവ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാർബോ കാറ്റോണാണ് ഫോം ചെയ്യുന്നത്. ഈ കാർബോ കാറ്റോണിനെ ഇവിടുത്തെ ന്യൂക്ലിയോഫൈലായ
Br മൈനസ് അറ്റാക്ക് ചെയ്യുകയും നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് കാർബൺ ആറ്റത്തിലോ സെക്കൻഡ് കാർബൺ ആറ്റത്തിലോ ഇലക്ട്രോഫിലിക് അറ്റാക്ക് സംഭവിക്കാം അല്ലേ. ഏത് കാർബൺ ആറ്റത്തിൽ ഇലക്ട്രോഫിലിക് അറ്റാക്ക് ഇനിഷ്യേറ്റ് ചെയ്യപ്പെട്ടാലും നമുക്ക് അവസാനം കിട്ടുന്നത് സെയിം പ്രൊഡക്റ്റ് ആയിരിക്കും. അതായത് ഒരു സിമെട്രിക്കൽ ആൽക്കീൻ ആയതുകൊണ്ട് വി ആർ ഗെറ്റിംഗ് ഓൺലി എ സിംഗിൾ പ്രൊഡക്റ്റ്. ഓക്കെ, ഇതാണ് ഈ കേസിലെ കാര്യം. ഇനി രണ്ടാമത്തെ ഒരു കേസ് കൂടി നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ഒരു അൺസിമെട്രിക്കൽ ആൽക്കീൻ നമ്മൾ എടുക്കുന്ന ഒരു ഉദാഹരണത്തിന് പ്രൊപ്പീൻ. ഇതിനകത്താണ് HBr ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് വ്യത്യസ്ത പ്രൊഡക്റ്റുകളാണ് കിട്ടുന്നത്. ഒന്ന് 2-ബ്രോമോപ്രൊപ്പീനും മറ്റൊന്ന് 1-ബ്രോമോപ്രൊപ്പൈനുമാണ്. ഓക്കെ, ഇതിനകത്ത് 2-ബ്രോമോപ്രൊപ്പൈൻ എന്ന് പറയുന്നത് മേജർ പ്രൊഡക്റ്റും 1-ബ്രോമോപ്രൊപ്പൈൻ എന്ന് പറയുന്നത് മൈനർ പ്രൊഡക്റ്റുമായിരിക്കും. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് റൂളാണ്, ദാറ്റ് ഈസ് മാർക്കോണിക്കോവ്സ് റൂൾ. That rule will be discussed in detail in the next video. Okay, so thank you for watching and stay tuned.